മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള സന്ദേശ യാത്രയുടെ അവസാനം മാതാവിനെ നമ്മുടെ സ്റ്റേഡിയം നമ്മുടെ വൈരാഗിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്, പദ്ധതിയിലേക്ക് കൊണ്ടുപോവുകയാണ്, പ്രതീക്ഷമായിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ ജപമാല പഠിച്ച വണ്ടി മുന്നിൽ പോകും. അതിന്റെ പുറകിൽ ഒരു ലൈനായിട്ടാണ് പോകുന്നത്. രണ്ട് ലൈൻ പോകുന്നില്ല, കാരണം ട്രാഫിക്കിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പുറകിൽ മാതാവിന്റെ രൂപം വെച്ചുകൊണ്ട് പോകും. ബാക്കിയെല്ലാം ഫ്രണ്ടിൽ നടന്ന് കുറെ കൊടിയുണ്ട്, ആ കൊടിയെല്ലാം പിടിച്ച് ഫ്രണ്ടിൽ ഈ ജപമാല വണ്ടിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ ബൈക്കിലൂടെ ആയാലും നമുക്ക് എല്ലാവർക്കും കേൾക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ ഇതിലേക്ക് അവിടെ ചുറ്റുമല്ലാതിരിക്കും നമ്മൾ നമ്മുടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകും. അവിടെ ചെന്ന് മാതാവിനെ അവിടെ വെച്ച് അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ചെറിയ സന്ദേശമെല്ലാം തരും. നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നം ആയിരിക്കുന്നത് അതെല്ലാം കഴിച്ചിട്ടാണ് പോകാൻ. പിന്നെ നാളെ മുതൽ ഈ ഇരിക്കുന്നവരെല്ലാവരും ഈ വചന പ്രവർത്തനത്തിന്റെ കൊല്ലം ബൈബിൾ കോൺഫറൻസിന്റെ ശുശ്രൂഷകരാണ്. ആ ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ അവരെ ശുശ്രൂഷ ചെയ്യണം എന്നാണ് ഈ ഒരു ഓർമ്മിപ്പിക്കാറുള്ളത്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഏത് ഭാഗം ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞാലും മടികൂടാതെ സന്തോഷത്തോടെ അനുഭവിക്കുക. എല്ലാവർക്കും പാട്ട് ചെയ്ത് തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പാട്ട് കിട്ടിയാൽ ആ പാട്ടിനെ സൂക്ഷിക്കുക. പാട്ടിക്കൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ ചെയ്യാൻ ശുശ്രൂഷകർ. അതുപോലെ പാടുകയും പാട്ടിട്ട് നമ്മുടെ പുറത്തേക്ക് കസേരയിൽ കയറിയിരിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ എല്ലാവരും ഒഴിവാക്കാം. അങ്ങനെ ആർക്കെങ്കിലും പാട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും